നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. കൂട്ടായിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. കൂട്ടായി പുതിയ ജുമാഅത്ത് പള്ളിക്ക് സമീപമാണ് പുലിയെ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. ഒരു മാസത്തോളമായി തീരദേശം പുലിപ്പേടിയിലാണ്. പുലിയെ പിടിക്കാൻ 2 കിളികൾ ഒരുക്കിയുള്ള കാത്തിരിപ്പ് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കൂട്ടായിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ശരിക്കും തന്നെ ഉണ്ടായിട്ട് ഞാൻ ഇഷാൻസ്കരിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഏകദേശം സമയം 9:25 വന്ന് ചെരുപ്പ് കഴിച്ചിട്ട് തിരിഞ്ഞ് ഔളിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് പള്ളിൻ്റെ പടിഞ്ഞാറ് വശത്ത് നിന്ന് കിഴക്ക് വശത്തേക്ക് ആ വഴിയിലൂടെ പാസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഏകദേശം 16 അടി അടുത്തായിട്ടാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ആളുകൾ പറഞ്ഞ് ഏകദേശം 16 അടി വളരെ വ്യക്തമായി ഞാൻ കണ്ടതാണ് പുലി തന്നെയാണ്. അത് അവിടെ നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞു 2 വേറെ 2 ചെറുപ്പക്കാരെ നിസ്കരിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പുലിയാണ് കണ്ടിട്ടുള്ളതെന്ന്. അവർ ടോർച്ചെടുത്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ശേഷം നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഒളിവെടുത്ത് പള്ളിയിൽ കയറി ഒരുത്തന് ജനാല് വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ പുലി തന്നെയാണ് വേറെ വഴിയിലൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോഴാണിത് സ്ഥിരീകരിക്കുന്നത്. ഉടനെ നമ്മൾ നാട്ടുകാരെ അറിയിച്ചു, വാട്സപ്പ് ഗ്രൂപ്പിൽ ബന്ധപ്പെട്ടവരൊക്കെ അറിയിച്ചു. സമാനമായി ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്നലെ പുലിയെ കണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഏറെക്കുറെ 300 മീറ്റർ അകലെയാണ് പുലി വന്ന് ആട്ടിനെ പിടിച്ച സംഭവം. അത് പുലി തന്നെയാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സ്ഥിരീകരിച്ചതാണ്. സമാനമായി കഴിഞ്ഞ ആഴ്ച മുമ്പ് ഈ പള്ളിയിലെ ഒരു സ്റ്റാഫ് രാവിലെ പുലിയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഒരു സംശയം നിലനിൽക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഫോറസ്റ്റുകാർ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ജനങ്ങളുടെ ഭയാശങ്കകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകണം. ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് സംശയകരമായ രീതിയിൽ പലയിടങ്ങളിലും കണ്ടു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ ജുമാഅത്ത് പള്ളി കേന്ദ്രീകരിച്ച് ഒരു വലിയ കുളം ഇവിടെയുണ്ട്. ഒരുപക്ഷെ ആ കുളത്തിലേക്കായിരിക്കാം ഇത് വരുന്നത്. അവിടെ നിരീക്ഷണ ക്യാമറ അടിയന്തരമായിട്ട് സ്ഥാപിക്കണം. ഉദ്യോഗസ്ഥന്മാർ ഇന്ന് പറയുന്നത് ഇവിടെ ഇന്ന് കണ്ടത് പുലിയുടെ സാന്നിധ്യമാവാൻ സാധ്യതയില്ല എന്നാണ്. പക്ഷേ കണ്ട ആളുകൾ വളരെ വ്യക്തമായി പറയുന്നവർ നേരത്തെ കാട്ടുപൂച്ചയായാലും കുറുക്കനെ ആയാലും സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ കണ്ട ആളുകൾ വളരെ വ്യക്തമായിട്ട് പുലി തന്നെയാണെന്ന് സംശയത്തിന് അതീതമായിട്ട് പറയുന്ന സ്ഥിതിക്ക് ഈ പ്രദേശങ്ങളിൽ അടിയന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച് ഇത് പുലി തന്നെയാണോ അല്ലയോ എന്നൊരു സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. കൂട്ടായി പുതിയ ജുമാഅത്ത് പള്ളിക്ക് സമീപമാണ് 3 പേർ പുലിയെ കണ്ടതായി പറയുന്നത്. വനം വകുപ്പിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ഇത് പുലിയല്ലെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ RO ഫിൽറ്റർ ആക്സസറീസ്, RO പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ 100% ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു. വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9142841703 7012492226.